കൊറിയൻ സ്റ്റൈലാണത്. കൊറിയൻ സ്റ്റൈലായിട്ടുള്ള ഇതാണ് വന്നത്. അപ്പൊ ഈ ഒരു കാറ്റഗറിക്കൊക്കെ പറ്റുന്ന ഏത് ടൈപ്പ് ഡ്രസ്സും നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. കാറ്റഗറിയിൽ തന്നെ നമുക്ക് 1 പീസ് നീ ലെങ്ത് ഡ്രസ്സും വരുന്നുണ്ട്, പിന്നെ 2 പീസ് ആയിട്ട് വരുന്നുണ്ട്, പിന്നെ ഇങ്ങനെ സ്ട്രഗ് ആയിട്ടുള്ള ടൈപ്പ് വരുന്നുണ്ട്, ഈ ഒരു ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട്. എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ, ഒരുപാട് കളക്ഷൻ ഉണ്ട് അല്ലേ പിള്ളേരുടെ. ഒരു ഓഫ് ഷോൾഡർ ആയിട്ടുള്ള ടൈപ്പാണ്. ഇതെല്ലാം പാർട്ടി പാർട്ടി വെയർ ടൈപ്പാണ്. ന്യൂ ബോണിന്റെ ഫോക്കസ് ചെയ്തിട്ടുള്ള എല്ലാ ഗൗൺസും ആണ്. അതെ, ലേഡീസിൽ ട്രെൻഡിങ് ആയതുപോലെ തന്നെ ഇപ്പൊ കിഡ്സിലും സെയിം ട്രെൻഡിങ് ആണ്. അതെ, ഇതും അതെ ഒരു കോട്ട് സെറ്റ് തന്നെ വരും. പിന്നെ അത് ഈ ടൈപ്പ് ഇത് ഒരു മെറ്റീരിയൽ ഒരു ബബ്ലി ടൈപ്പ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള നമുക്ക് ഹെയർ ആക്സസറീസും ഉണ്ട്, നമുക്ക് ഷൂസും ഉണ്ട്. അപ്പൊ കിഡ്സ് ഇവിടെ വന്നാൽ മതി അല്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ സെറ്റ്. നമുക്ക് ഇവിടെ നിന്ന് വേറൊരു ഷോപ്പിലോട്ട് പോകേണ്ട ആവശ്യമില്ല, നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് തന്നെ കവർ ചെയ്യാൻ പറ്റുമല്ലോ. ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിൽക്കുന്നത് കിഡ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരുപാട് കളക്ഷൻ ഉള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ. നമ്മുടെ വെസ്റ്റേൺ ലേഡിയുടെ വെസ്റ്റേൺ വിയർ കിട്ടുന്ന ഷോപ്പ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അതിൻ്റെ തന്നെ പുതിയൊരു ബ്രാഞ്ചാണ്, കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പാട്ടോ. വെസ്റ്റേൺ സ്പ്ലാഷ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. ആക്ച്വലി ഞാനിവിടെ വന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ, വീഡിയോ എടുക്കാനായിട്ടല്ല. അപ്പോൾ എൻ്റെ ബോയ്സിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കിഡ്സിൻ്റെ ബോയ്സിന് വേണ്ടിയിട്ട് ഒരുപാട് അലാറുണ്ട്. നോർമലിയിലെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ ലേഡീസിൻ്റെ അല്ലെങ്കിൽ കിഡ്സിൻ്റെ ഗേൾസിൻ്റെ മാത്രമേ കാണിക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഞാനും അത് സെർച്ചിങ്ങിലായിരുന്നു, അങ്ങനെ വന്നാണ് ഈ ഷോപ്പിൽ. അപ്പോൾ ഒരുപാട് പുതിയ കളക്ഷൻ ബോയ്സിന് ഈ പ്രാവശ്യം ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങാൻ വന്ന. അപ്പോൾ അത് അപ്സ്റ്റെയറിലാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഫുള്ളും കിഡ്സ് ഗേൾസിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള കളക്ഷനാണ്. അപ്പോൾ മെയിൻ പർച്ചേസിനാണ് വന്നത്. അപ്പോൾ ഈ ഒരു കളക്ഷനും കൂടെ എൻ്റെ വ്യൂവേഴ്സിന് എടുത്ത് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ പെട്ടെന്നൊരു വീഡിയോ പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ലേഡീസിൻ്റെ ഗേൾസിൻ്റെ ഈ ഒരു സെക്ഷൻ കാണിച്ചിട്ട് ബോയ്സിൻ്റെ ഞാൻ കാണിക്കാം. ഓക്കെ, നമ്മുടെ ഈ ഷോപ്പിൻ്റെ പേരെന്താണെന്നറിയോ, വെസ്റ്റേൺ സ്പ്ലാഷ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. കിഡ്സിൻ്റെ മാത്രമാണ് കേട്ടോ. ഇവിടെ ഈ ഒരു ഏരിയ ഫുള്ളും ഗേൾസിൻ്റെ മാത്രമാണ് അല്ലേ. ഏത് കാറ്റഗറിയാണ് ഇത്? 0 to 12 years. 0 to 12 years. പിന്നെ ബോയ്സിന്റെ വരുന്നത് 0 to 15 വരെ ഏജ് ഉള്ള ഉണ്ട് അല്ലേ, ഏജ് ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഷോപ്പിന്റെ ഓണേഴ്സ് ആണ് നിൽക്കുന്നത്. ഓണേഴ്സ് അല്ല, മിർസാൻ വെസ്റ്റേൺ ലേഡിയാണ്. മിർസാനെ ജസ്റ്റ് നിർത്തിയെന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഈ ഷോപ്പിന്റെ ഓണർ വരുന്നത് അയൂബാണ് അല്ലേ, അയൂബ് എന്നല്ല പേര്. ഓക്കെ, അപ്പോൾ എൻ്റെ ബ്രദറും കൂടിയാണ്, അതുകൊണ്ടാണ് മിർസാൻ ഇവിടെ വന്നത് അല്ലേ. മിർസാന്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ വെസ്റ്റേൺ ലേഡിക്ക്. അവിടെയാണ് കൂടുതൽ വെസ്റ്റേൺ കളക്ഷൻ ഉള്ളത്. വീഡിയോ കാണാത്തവർക്ക് നമ്മൾ ഇനി അടുത്ത് തന്നെ അതും ലോഞ്ച് ചെയ്യും അല്ലേ, പഴയ വീഡിയോസ് കാണാൻ വേണ്ടി നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കളക്ഷൻ നോക്കാം അല്ലേ. സ്റ്റാർട്ട് ചെയ്യുന്നത് 0 to ഉണ്ടല്ലേ. 0 to 12 years. അപ്പം ഏതൊക്കെ ടൈപ്പ് ഒക്കെ ഉള്ളത്? നമ്മളിൽ ഇനി ലെങ്ത് തന്നെ 1 പീസ് ഡ്രസ് ഉണ്ട്, പിന്നെ ഇതേപോലത്തെ സ്കേർട്ടും ടോപ്പും ഓഫ് ഷോൾഡർ ആയിട്ട് തന്നെ 2 പീസ് ഉണ്ട്. ഇത് കണ്ട ഒരു ഫർ ടൈപ്പ് മെറ്റീരിയലിൽ സ്മൈലി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഈ ഒരു സെക്ഷൻ ഏതൊക്കെയാണ് മുത്സാൻ? ശരിക്കും പറഞ്ഞാൽ ഈ ഷോപ്പ് 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. 0 to 5 yearsഉം പിന്നെ ബാക്കിലോട്ടാകുമ്പോൾ 5 to 12 yearsഉം അങ്ങനെയാണ് ഒരു കാറ്റഗറി ആയിട്ട് വന്നില്ല. ഈ കാറ്റഗറിയിൽ തന്നെ നമുക്ക് 1 പീസ് നീ ലെങ്ത് ഡ്രസ്സും വരുന്നുണ്ട്, പിന്നെ 2 പീസ് ആയിട്ട് വരുന്നുണ്ട്, പിന്നെ ഇങ്ങനെ സ്ട്രഗ് ആയിട്ടുള്ള ടൈപ്പ് വരുന്നുണ്ട്, ഈ ഒരു ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട്. എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ, ഒരുപാട് കളക്ഷൻ ഉണ്ട് അല്ലേ പിള്ളേരുടെ. ഒരുപാട് പിള്ളേരുടെ ഒരുപാട് നമുക്ക് ശരിക്കും വെസ്റ്റേൺ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. പിന്നെ നമ്മുടെ ക്രിസ്മസിന്റെ അതുകൊണ്ട് ഒരുപാട് കളക്ഷൻ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇതും അല്ലാന്നാ പറയുന്നത്, ഇനിയും വരാൻ സ്റ്റോക്ക് ഉണ്ട്. ഇപ്പൊ 2-3 ദിവസം കഴിയുമ്പോൾ വേറെ അടിപൊളി സ്റ്റോക്സ് വരുന്നുണ്ട്. ക്രിസ്മസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മാത്രമായിട്ട്, അതിന് വേണ്ടിട്ട് മാത്രമാണ് ഇത്തവണ. ഓക്കെ, പിന്നെ ഈ സെക്ഷനിൽ വരുന്ന ഫുള്ളും കുറച്ചുകൂടെ ഫംഗ്ഷന് പറ്റുന്ന പാർട്ടി വെയർ ബൗൾ ഗൗൺ വരുന്നുണ്ട്, അതിൽ നെറ്റിൽ വരുന്നുണ്ട്, പിന്നെ അതിങ്ങനത്തെ ഓഫ് ഷോൾഡർ ലെസ് ടൈപ്പ് ഒക്കെ വരുന്നുണ്ട്. എല്ലാം ഒരു പാർട്ടി വെയർ ഫീൽ കിട്ടുന്ന ടൈപ്പ് ഗ്ലോസി മെറ്റീരിയൽ. നമുക്ക് ഇവിടെ നിന്ന് ആദ്യം പോവാമേ, കുറച്ച് എങ്ങനത്തെ ആണെന്നുള്ളതൊക്കെ. ഇതൊക്കെ ഒന്ന് എടുക്കുമോ? ഈ ക്രിസ്മസിനാകുമ്പോൾ ഒരു വൈറ്റ് ഗ്രീൻ ആ ഒരു റെഡ് കോമ്പിനേഷൻ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുക. അതെ, ഇതൊക്കെ ഏത് ഏജിനുള്ളതായിരിക്കും? എനിക്ക് ഇത് നമുക്ക് 0 to 5 years വരെ എല്ലാ സൈസും ഉണ്ട്. ഇതിപ്പോ ഒരു സാമ്പിൾ പീസ് മാത്രമേ ഇവിടെ ഇട്ടിട്ടുള്ളൂ, ബാക്കി നമ്മളെല്ലാം 0 to 5 years വരെ. മിക്കത് പിന്നെ കുറച്ച് സെമി സ്ട്രെച്ചബിൾ ആയതുകൊണ്ടിട്ട് ചിലപ്പോൾ 6 yearsനും പറ്റും, അങ്ങനെയൊക്കെ. വലിയ ആൾക്കാരുടെ അതുപോലെ തന്നെയാ അല്ലെ, കുഞ്ഞു പിള്ളേരുടെയാണെന്നുണ്ടെങ്കിലും ഫ്രീ സൈസ് പോലെ തന്നെ കുറെയൊക്കെ ഫ്രീ സൈസ് ആണ്. അങ്ങനത്തെ മെറ്റീരിയൽ ആണ് വരുന്നത്. നല്ല കംഫർട്ടബിൾ ആയിരിക്കും, പിള്ളേർക്ക് ഒരു ഇറിറ്റേഷൻ ഫീലിംഗ്സ് ഇതിലൊന്നും ഉണ്ടാവില്ല. ശ്രദ്ധിക്കുമല്ലോ, കുറച്ച് കൂടിയതാണ്. കുറച്ച് നമ്മുടെ ഐറ്റംസ് ഒരു ഇത്തിരി എക്സ്പെൻസീവ് ആണ്, അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടോ, പിന്നെ കുട്ടികൾക്ക് ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്യും. പിള്ളേരുടെ നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കുമല്ലോ അല്ലെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നല്ല മെറ്റീരിയൽസ് ഒക്കെയാണ് കേട്ടോ. പിന്നെ നല്ല ഡെനിം ടൈപ്പ് ഒക്കെ ഉണ്ടല്ലോ, ഡെനിം ടൈപ്പിലും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ഇത് നല്ല പിള്ളേർ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഐറ്റമാണ്. പിന്നെ
നമ്മൾ ഈ ഒരു കോഡ് സെറ്റ് ടൈപ്പ് ഇപ്പൊ ലേഡീസിലും ട്രെൻഡിങ് ആണ്, അതേപോലെ കിഡ്സിലും ട്രെൻഡിങ് ആണ് ഈ ഐറ്റംസ്. കോഡ് സെറ്റ് 3 പീസ് ആയിട്ട് വന്നത്. പിന്നെ ഇത് ഈ ഒരു ടൈപ്പ് അതെ ഇങ്ങനെ ഒരു സ്റ്റോൺ വർക്ക് അടിയിൽ വന്നിട്ട് ഒരു 3 പീസ് ആണ്. ഈ സ്ലീവ്ലെസ് നമുക്ക് അതെ അതെ ഇത് അഡ്ജസ്റ്റബിൾ ചെയ്യാം. പിന്നെ സ്കേർട്ടും അത് ഫ്രീ സൈസ് ആയിരിക്കും. പിള്ളേർ കൂടുതൽ ഇത് മാത്രമായിട്ട് അങ്ങനെ പ്രിഫർ ചെയ്യുന്നുണ്ട്. അതെ പിന്നെ ഇങ്ങനെ മാത്രമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേറെ ഏതെങ്കിലും ജീൻസ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ കോംബോ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് ഇതൊക്കെ. ഓക്കെ ഇവിടെ നിങ്ങൾ ഏതാണോ നിങ്ങൾ കസ്റ്റം ചെയ്ത് എടുക്കാവുന്ന രീതിയിലുണ്ട്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതെ അത് ആ ഒരു സെക്ഷനാണ് ആ കാണുന്നത്. നമുക്ക് ഇങ്ങനെ 2 പീസ് ആയിട്ട് ഇടാം. ഇത് ഈ ഒരു ഇതും ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ ഷ്രഗ് അങ്ങനെയൊക്കെ പ്രിഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കളക്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ കൂടുതലും നല്ല ബ്രൈറ്റ് കളേഴ്സ്, അതായത് ക്രോപ്പ് ടോപ്സ് ആയിരിക്കും അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും. ബ്രൈറ്റ് കളേഴ്സ് ആണ് കൂടുതലും പാരന്റ്സ് വന്നിട്ട് ഇവിടെ ചൂസ് ചെയ്യണതൊക്കെ. ഈ നല്ല പിങ്ക്, ഹോട്ട് ഗ്രീൻ അങ്ങനത്തെ ടൈപ്പ് കളേഴ്സ് ഒക്കെയാണ് കൂടുതലും പിള്ളേർക്ക് വേണ്ടി ചൂസ് ചെയ്യേണ്ടത്. ഈ ഒരു ഷെയ്ഡ് ഒക്കെ ഉണ്ടോ ഇതായിരിക്കും. എല്ലാം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് ആട്ടോ. ഇമ്പോർട്ടഡ് ആണ്. പിന്നെ ഈ ഒരു ഇത് മൂവിങ് ആണ് ഈ ഐറ്റംസ്. മൾട്ടി ഷെയ്ഡ് ആയിട്ട് തന്നെ ടൈപ്പ് മൾട്ടി ഷെയ്ഡ് കൂടുതലും പോകുന്നത്. ഓക്കെ പിന്നെ ഇങ്ങനത്തെ ഷർട്ട്സ് ചെറിയ സ്കേർട്ട് ഒക്കെ ഇടുവാണെന്നുണ്ടെങ്കിലൊക്കെ നല്ലതായിരിക്കും അല്ലേ. സ്കേർട്സിന്റെ ആ ഒരു സെക്ഷൻ തന്നെ നമുക്ക് വേറെ ഉണ്ട്. സ്കേർട്സിന് മാത്രമായിട്ടുള്ള ഡെനിമിന്റെ സ്കേർട്ട് വന്നിട്ടുണ്ട്, ഷിഫോൺ ടൈപ്പ് വന്നിട്ടുണ്ട്, സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട്, അങ്ങനെ പല ടൈപ്പ് സ്കേർട്സ്. ഞാൻ ഇവിടെ വന്നപ്പം ജെൻസിന്റെ ആണ് ഞാൻ ആദ്യം പോയി നോക്കിയത്. പക്ഷെ എത്രയെന്ന് പറഞ്ഞാലും പിള്ളേർക്ക് പെൺപിള്ളേർക്ക് ഒരുപാട് കളക്ഷൻസ് കാണിക്കാനും ഉണ്ടാവും അല്ലേ. പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാർട്ടി വെയർ ടൈപ്പ് ആണ്. ഒരു കഫ്താൻ ടൈപ്പ് സ്ലീവും പിന്നെ ഒരു ഇത് ധോത്തി ടൈപ്പ് പാന്റ്സും. 2 പീസ് ആണ് ഇതല്ലേ വരിക. 2 പീസ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനത്തെ ക്രോപ്പ് ടീഷർട്ട് 5 സ്ലീവ് ആയിട്ടുള്ളത് ഡ്രോപ്പ് ഷോൾഡർ ടൈപ്പും ഇപ്പൊ കിഡ്സിലും നല്ല മൂവിങ് ആണ്. ഇതെല്ലാം ഇമ്പോർട്ടഡ് ആണ് ഫാബ്രിക്. ഈ ടൈപ്പ് കണ്ടോ നമുക്ക് ഇവിടെ സ്ട്രെച്ചബിൾ ആണ്. നമുക്ക് ക്രോപ്പ് ആക്കണമെങ്കിൽ ആ കൊച്ചിന് ക്രോപ്പ് ആക്കി അതിനനുസരിച്ച് ജീൻസ് സെറ്റ് ചെയ്യുക, സ്കേർട്ട് സെറ്റ് ചെയ്യുക, എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ ഈ കാണിക്കുന്ന കളക്ഷന് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഡയറക്റ്റ് നമ്മൾ കോൺടാക്ട് ചെയ്യില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താലും മതി. പിന്നെ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, എല്ലാ ഷോപ്പിന്റെ ലൊക്കേഷൻ ഞാൻ ചോദിക്കാറുണ്ട്. മിക്ക വ്യൂവേഴ്സും ആ ഒരു ടൈം ആകുമ്പോഴാണ് തോന്നുന്നു സ്കിപ്പ് ചെയ്ത് കാണുന്നത്. എപ്പോഴും ഞാൻ ആദ്യം പറയാറുണ്ട്, അവസാനമൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഈ തവണ പറയുന്നില്ല, മൃസം പറയും ഇവിടുത്തെ ലൊക്കേഷൻ. നമ്മളെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ തോപ്പുംപടി എത്തിയിട്ട് പനേപ്പള്ളി എന്നുള്ള ഒരു ഏരിയയിലാണ്. കൊച്ചി റൂട്ടാണ്, ഫോർട്ട് കൊച്ചി പോണ റൂട്ട്, ബീച്ചിലോട്ട് പോണ റൂട്ടാണ്. ഓക്കെ അവിടെ നിന്ന് പനേപ്പള്ളി ആ തോപ്പുംപടിയിൽ നിന്ന് ഒരു ജസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഇതുള്ളൂ. എന്തെങ്കിലും ഇവിടെ വരുന്നവരാണെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ എല്ലാവരും വരുമല്ലോ കൊച്ചിയിലേക്ക്. കാർണിവൽ ആണെങ്കിലും ഇതിനൊക്കെ ആയിട്ട്. അപ്പൊ എന്തായാലും കോൺടാക്ട് ചെയ്യാം. കൊച്ചിയിലാണ് കേട്ടോ. അപ്പൊ ഞാൻ ലൊക്കേഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു, പനേപ്പള്ളിയിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ എല്ലാം ഉണ്ടാവും, ഡീറ്റെയിൽ ലൊക്കേഷനൊക്കെ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇനി ഈ ഒരു ഏരിയയിലെ കളക്ഷൻ ഒന്ന് കാണാം. എനിക്കില്ലേ ഈ ഒരു സെക്ഷനിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറെ കുട്ടി ഫ്രോക്സ് അല്ലല്ലോ, എന്താ ക്രോപ്പ് ടോപ്സ്. ഓക്കെ പെൺപിള്ളേരുടെ എനിക്കൊന്നും അറിയത്തില്ല. നല്ല രസമുണ്ട്, നല്ല കളർഫുൾ ആട്ടോ. വേറെ കളറും കൂടെ കാണിച്ചു തരാം. എനിക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് കുറച്ചുകൂടെ മോഡേൺ ആയിട്ടൊക്കെ പ്രിഫർ ചെയ്യാനുണ്ടെങ്കിൽ ഇത് ജീനിന്റെ കൂടെ ഒക്കെ നല്ലതായിരിക്കും അല്ലേ. അതെ ജീൻസിന്റെ ഒപ്പം കോഡ്രോയി ഇപ്പൊ കോഡ്രോയി ജീൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഉണ്ടല്ലോ. പിന്നെ ഇങ്ങനെ 2 ഷെയ്ഡ് ഉണ്ടോ. ഓക്കെ 2 പീസ് വരുന്നുണ്ട്. പിന്നെ ഈ ടൈപ്പ് ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനത്തെയൊക്കെ നമുക്ക് നോട്ടയും ചെയ്യാം. പിന്നെ ഒരു സ്റ്റോൺ വർക്ക് കൊണ്ട് പാർട്ടി വെയർ സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കളക്ഷൻ കാണിക്കാനാണെങ്കിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്. നമുക്ക് ഞാൻ ബാക്ക് സൈഡിലേക്ക് പോവാം. ബാക്കിലില്ലേ കുറെ. ഇതിപ്പോ നമ്മൾ കണ്ടതിന്റെ ക്രോപ്പ് ടോപ്സിന് മാച്ച് ആയിട്ടുള്ളത് ഫാൻസി ഷോർട്സ് ഒക്കെയാണ്. ഇത് ഉണ്ട് ലേസ് വർക്ക് ഒക്കെ ആയിട്ടുള്ള ടൈപ്പും പിന്നെ സൈഡില് പ്രിന്റഡ് ആയിട്ടുള്ള സ്മൈലി ടൈപ്പ് അങ്ങനത്തെ ടൈപ്പ്. ഇവിടെ ത്രെഡ് വർക്ക് വന്നത് നല്ല രസമുണ്ടല്ലോ ഇത്. പിന്നെ അതിന് പറ്റിയ ലെതർ. പിന്നെ നേരത്തെ രേഷ്മ ഒരു ഷർട്ട് കാണിച്ചില്ലേ, കോട്രോയി ഒരു ടച്ച് വന്നത്, അതിന് പറ്റിയ ഒരു ടൈപ്പാണ്. അതിന്റെ കളേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. വൈറ്റ്, ബ്രൗൺ, ഗ്രീൻ എല്ലാ ഷെയ്ഡും ഉണ്ട്. പിന്നെ ഈ ഒരു ടൈപ്പ് വരുന്നുണ്ട്. ഇതൊക്കെയാണല്ലോ പിള്ളേർക്ക് ഇഷ്ടം. അതെ പിള്ളേർക്ക് കുറച്ച് കളർഫുള്ളിലോട്ടാണ് അവരുടെ ശ്രദ്ധ പോകുന്നത്. നല്ലൊരു സ്കേർട്ടാ, നല്ല രസമുണ്ട് ഈ ഒരു സ്കേർട്ട്. കട്ട് വർക്ക് ഇത് ഫുള്ളും അങ്ങോട്ട് സ്കേർട്ടാണല്ലേ. സ്കേർട്ടാണല്ല, ഇത് നമ്മള് ബേസിക് ആയിട്ട് പോണത് പ്ലീറ്റഡ് ആണ്. നമ്മൾ എപ്പോഴും കാണിക്കുന്നത്, എന്നാലും ഇപ്പോഴും സെയിൽ നടക്കണതാണ്. റെഗുലർ ആണ് എപ്പോഴും. ഓക്കെ പിന്നെ ഇത് ഈ ടൈപ്പ് വരുന്നുണ്ട്, സീക്വൻസ് ടൈപ്പ്. ഇതും കുറെ പ്രിഫർ ചെയ്യുന്നുണ്ട്. പെൺപിള്ളേരൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇത് ഈ ടൈപ്പ് വരുന്നുണ്ട് നെറ്റിന്റെ. ഓക്കെ
ഇപ്പൊ ഈ കാണിക്കുന്ന കുറെ സ്കേർട്ട് പിന്നെ ഷോർട്ട് ആയിട്ടുള്ള എന്തായിരുന്നു പറയുന്നത്? അത് കോഡ്രോയി, പിന്നെ ഇത് ഫാൻസി ടൈപ്പ് ഷോർട്സ് ആയിട്ടായിരുന്നു. ഷോർട്സ്. ഓക്കെ, ഞാൻ എല്ലാം മറന്നുപോയി. അപ്പോൾ ഈ ഒരു കാറ്റഗറിക്കൊക്കെ പറ്റുന്ന ഏത് ടൈപ്പ് ഡ്രസ്സും നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഏതാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഉണ്ട് നമ്മുടെ വെസ്റ്റേൺ സ്പ്ലാഷ്. ഈ കിടക്കുന്ന കാറ്റഗറിക്ക് എല്ലാം ഇത് ടു പീസ് ആണ്. ഇപ്പൊ കോട്ട് സെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ലേഡീസിൽ ട്രെൻഡിങ് ആയതുപോലെ തന്നെ ഇപ്പൊ കിഡ്സിലും സെയിം ട്രെൻഡിങ് ആണ്. അതെ, ഇതും അതെ ആ ഒരു കോട്ട് സെറ്റ് തന്നെ വരും. പിന്നെ അത് ഈ ടൈപ്പ് ഇത് ഒരു മെറ്റീരിയൽ ഒരു ബബ്ലി ടൈപ്പ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഓക്കെ, ഈ ടൈപ്പ് വരും. പിന്നെ ഇത് വരുന്നുണ്ട് ഫുൾ സ്റ്റോൺ വർക്ക് ആയിരിക്കും. ഇതും ടു പീസ് ആയിരിക്കും. ഇതിന്റെ സ്ലീവ് ഒക്കെ കണ്ടിട്ട് ഒരു പഫി ആയിട്ട് ഇത് അടിപൊളിയായിരിക്കും. ചെറിയൊരു പാർട്ടിക്കൊക്കെ അല്ലേ? അതെ, ചെറിയൊരു പാർട്ടി വർക്ക്. ഈ ഒരു ടൈപ്പാണ് ഇത്. നല്ല കളറാണ്, നല്ല ടൈപ്പ്, നല്ല ബ്രൈറ്റ് കളേഴ്സും പേസ്റ്റിലും ഒക്കെ ഉണ്ട് അല്ലേ? അതെ അതെ, ഇത് ഈ ടൈപ്പാണ്. ഓക്കെ, 3 പീസാണ്. കുറച്ചുകൂടി ഇല്ലേ ലൈറ്റ് ഷെയ്ഡൊക്കെ പ്രിഫർ ചെയ്യാന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു 3 പീസ് സെറ്റ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിന്റെ പല കളേഴ്സും ഉണ്ട് അല്ലേ? പല കളേഴ്സും ഉണ്ട്. പിന്നെ ഇത് നല്ല മൂവിയാണ് പറഞ്ഞത്. ഈ ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു, ഒരു പ്രിന്റഡ് ആയിട്ടുള്ള നല്ല ഷർട്ടും പിന്നെ അതിന്റെ കോംബോ ആയിട്ടുള്ളത്. ഇത് സെറ്റ് ആണ്, നല്ല രസമുണ്ട്. അതെ, നല്ല പ്രിന്റിങ് അത്രയും നല്ലൊരു പക്ക ഒരു ഡിഫറെന്റ്. ഇങ്ങോട്ട് ഫുള്ളും കുറച്ചുകൂടി ലെങ്ത്. ഇതാണ് ഞാൻ പറഞ്ഞത്, 2 സെക്ഷനിൽ ഇത് 5ന്റെ മേളിലുള്ള ആൾക്ക് 5 to 12 years വരുമ്പോ സെക്ഷനാണ് ഇത്. നമ്മളിപ്പോ ഡിസ്പ്ലേ ചെയ്തേക്കണ ജസ്റ്റ് ഒരു 6 വയസ്സ് 7 വയസ്സിന്റെ ആണ്. പക്ഷെ അതിന്റെ ഉള്ളിലായിട്ട് നമ്മൾ സ്റ്റോർ റൂമിൽ ഉണ്ട് അതിന്റെ സൈസ് എല്ലാം. സിംഗിൾ പീസ് ആണ്. സൈഡിൽ ഒരു കട്ട് വർക്ക് ആയിട്ട് വരും. ഒരു പാർട്ടി വെയർ ബർത്ത്ഡേ പരിപാടി അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ബർത്ത്ഡേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ഉണ്ടല്ലേ? ക്രോപ്പ് ആയിട്ടുള്ള ടൈപ്പ് നമുക്ക് ജസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കാൻ അതിനൊക്കെ പറ്റുന്ന ഒരു ഐറ്റം. വിത്ത് ഹൂഡി, ചെറിയൊരു ട്രിപ്പ് പർപ്പസ് അതൊക്കെ പറ്റുന്ന എയർപോർട്ടിലൊക്കെ ഉണ്ടല്ലേ ആ ഒരു ടൈപ്പ് ഡ്രസ്സൊക്കെ. അങ്ങനെ കുറെ പേര് പ്രിഫർ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? എയർപോർട്ട് ലുക്കിന് അത് നമ്മളോട് ചോദിക്കൂ. ഈ ഒരു ടൈപ്പ് ഒക്കെ ടെഡി ബിയർ ടൈപ്പ് സെക്ഷൻസ്. ഇവിടെ ഫുള്ളും കിടക്കുന്നത് ഫുള്ളും കൂടി അതിൽ കോംബോ ചെയ്യാൻ പറ്റിയ പാൻസ്. അത് പാൻസിൽ ബേസിക് ആയിട്ടുള്ള ഫിറ്റ് ഉണ്ട്, വൈഡ് ലെഗ് ഫിറ്റ് ഉണ്ട്, പിന്നെ ലൂസ് ഫിറ്റ് ഉണ്ട്, ബാഗി ജീൻസ് ഉണ്ട്, എല്ലാ ടൈപ്പ് ഫിറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഇതിന്റെ കളക്ഷൻ എല്ലാം കാണിക്കുന്ന ഏതിലായിരിക്കും? നമ്മുടെ ഇൻസ്റ്റയിലാണോ? ഇൻസ്റ്റയിലെല്ലാം നമ്മൾ കാറ്റലോഗ് പോലെ എല്ലാം സെറ്റ് ചെയ്തത് ഓരോ അപ്ഡേഷൻസ് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ഇതെങ്ങനെയാ വന്ന് തന്നെ പർച്ചേസ് ചെയ്യണോ അതോ? ഇല്ല, നമുക്ക് ഓൺലൈൻ ചെയ്ത് കൊടുക്കും. ഇന്റർനാഷണൽ ഷിപ്പിംഗ് ഉൾപ്പെടെയാണ്. ഓക്കെ, അപ്പോൾ ഓരോ ദുബായിലൊക്കെ പോകുമ്പോൾ ഷിപ്പിംഗ് ചാർജ് മാറുന്നു. ഞാനത് എടുത്ത് ചോദിച്ചെന്നറിയാം, കുറെ വ്യൂവേഴ്സ് ചോദിക്കാറുണ്ട് വന്നതിന് പർച്ചേസ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഇല്ല കേട്ടോ, നമുക്ക് ഓൺലൈൻ ത്രൂ ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇന്റർനാഷണൽ എവിടെ വേണമെങ്കിലും ചെയ്യാം. കളക്ഷൻ കണ്ടിട്ട് എല്ലാവർക്കും പോസിബിൾ അല്ലല്ലോ എന്നൊക്കെ വരാൻ വേണ്ടി നമ്മൾ അതനുസരിച്ചിട്ട് സൈസ് വൈസ് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കും. ഈ ഷെയ്ഡൊക്കെ ഇപ്പൊ കൂടുതൽ പോണത്. ഈ ബ്ലൂവും ബ്ലാക്ക് ഒക്കെ കോമൺ എടുത്ത് ഇങ്ങനത്തെ ഷെയ്ഡൊക്കെ നല്ല ഫാസ്റ്റാണ്. ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് ഒക്കെ പ്രിഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ കുറെ വെറൈറ്റി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഉണ്ട് നമ്മുടെ. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ കാണാം കേട്ടോ. ഈ ഒരു സെക്ഷൻ എന്തൊക്കെയാണ് സാർ ഈ ഒരു ഏരിയയിൽ? ഇത് 5 to 12 yearsന്റെ ക്രോപ്പ് ടോപ്സ് ആണ്. ക്രോപ്പ് ടോപ്സും ടോപ്പ് ഷർട്ട്സും കൂടിയായിട്ട് മിക്സഡ് ആയിട്ടുള്ളത്. മിക്കി പ്രിന്റ്, പിന്നെ പ്രിന്റ്. ഇത് നമ്മള് ലേഡീസിലൊക്കെ ഇറങ്ങിയിട്ട് ഹിറ്റ് ആയിട്ട് പ്രിന്റ് ആണത്. ഇത് കുറച്ചുകൂടെ വലിയ സൈസും അവിടെ ഷോപ്പിലുണ്ടോ? അതെ, ഉണ്ട്. പിന്നെ അത് ഈ ഒരു പ്രിന്റിംഗ് ഒക്കെ ആയിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ നല്ല രസമുണ്ട്. ഇങ്ങനത്തെ കോഡ്രോയ് ഷർട്ട്സ് ഡബിൾ പോക്കറ്റ്, പിന്നെ കോളറിൽ മാത്രമായിട്ടുള്ള ഒരു ഡിസൈനും സ്ലീവിന്റെ ആ ഒരു പോർഷനിൽ ആ സെയിം. ഇത് കൊള്ളാലോ. ഫസ്റ്റ് ലെതർ. ഇത് ഫിക്സഡ് ആണോ? അത് അല്ലല്ലേ? ഇത് ഇല്ല, അറ്റാച്ച്ഡ് അല്ല. ഇവിടെ ഒരു ഇതുണ്ട്. ഓക്കെ, പിന്നെ അവർക്ക് പറ്റിയ താഴെ കിടക്കുന്നത് സ്കേർട്ടൊക്കെ. നമ്മുടെ ഈ ഒരു ഏരിയയിലെ 5 to 12 ആ ഒരു ഏജ് കാറ്റഗറിയിൽ അല്ലേ ഡ്രസ്സാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഷോപ്പിലില്ലേ വെസ്റ്റേൺ സ്പ്ലാഷ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നമ്മൾ ഓരോ കാറ്റഗറി ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്, ഓരോ ഏജ് കാറ്റഗറി വെച്ചിട്ട്. അപ്പോൾ ലാസ്റ്റ് ആ കാറ്റഗറി വരുന്നത് ന്യൂ ബോണിന്റെ ആണ്. അതെ, ന്യൂ ബോണിന്റെ ഗൗൺസും പാർട്ടി വെയർ ടൈപ്പ് ഒക്കെയാണ്. നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോ
ഇത് കുറച്ചുകൂടെ നല്ല രസമുണ്ടല്ലോ. ഇത് കണ്ട ഒരു ഓഫ് ഷോൾഡർ ആയിട്ടുള്ള ടൈപ്പാണ്. ഓക്കെ, ഇതെല്ലാം പാർട്ടി ആ ഒരു പാർട്ടി വെയർ ടൈപ്പാണ്. ന്യൂ ബോണിന്റെ ഫോക്കസ് ചെയ്തിട്ടുള്ള എല്ലാ ഗൗൺസും ആണ്. അതെ. ഓക്കെ, പിന്നെ ഇത് കണ്ടായിരുന്നു ഇങ്ങനത്തേക്ക് കൂടുതൽ നെറ്റിലാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഐറ്റം നല്ലൊരു ഷെയ്ഡാണിത്. ഓക്കെ, നോർമലായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ പാർട്ടി വെയർ ആണെങ്കിലും പിന്നെ ന്യൂ ബോണിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും ഇല്ലേ, അതും അവൈലബിൾ ആട്ടോ. ന്യൂ ബോണ്ട് ആയിട്ടുള്ള സെറ്റ് എല്ലാം നമ്മള് ബോക്സിലാണ് കൂടുതലും വരുന്നത്. ആ പാക്കിങ് അപ്പൊ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും ന്യൂ ബോണിനും ഈ പാക്കിംഗ് ആയിരിക്കും ബെറ്റർ. അവിടെ എന്ന് വെച്ചാൽ കുറച്ചുകൂടി നമ്മൾ കൺസേൺ ആയിരിക്കുമല്ലോ, അതുകൊണ്ട് അത് അങ്ങനെ പാക്ക് ആയിട്ട് തന്നെ വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഔട്ട്സൈഡേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബൾക്കായിട്ടൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. കുഞ്ഞു പിള്ളേരുടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ആക്ച്വലി ഞാൻ വന്ന ബോയ്സിന് വേണ്ടിയിട്ടാണ്, അപ്പോൾ അതും കൂടെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഹെയർ അക്സസറീസ് ആണ് ഈ സെക്ഷൻ ഫുള്ളും. വെറൈറ്റി ഉണ്ടല്ലോ, ഹെയർ ബാൻഡ്സ്, നല്ല രസമുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. ഇപ്പൊ ഉണ്ടല്ലോ നമ്മളിപ്പം ഡ്രസ്സ് നോർമലി വാങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ആക്സസറീസ് ഒക്കെ നോർമലി ഷോപ്പിൽ പോകുമ്പോൾ അലഞ്ഞു കിടക്കണ്ട, അവർ ഓട്ടോമാറ്റിക്കലി ചൂസ് ചെയ്തോളും. വന്നിട്ട് പാരന്റ്സ് തന്നെ വന്നിട്ട് ഇപ്പൊ ഒരു ഡ്രസ്സ് എടുത്തതിനാൽ അതിൽ മാച്ച് ചെയ്തിട്ടുള്ളതുണ്ട്. അവർക്ക് ഇപ്പൊ എപ്പോഴും കിട്ടാറുമുണ്ട്. അത് എന്നിട്ട് അതനുസരിച്ച് അതിന് ബാഗും ഉണ്ട്, പിന്നെ അതിനനുസരിച്ച് ഷൂസും ഉണ്ട്, പിന്നെ ചെരുപ്പും ഉണ്ട്, എല്ലാം ഉണ്ട്. അതെ അതെ, ഇപ്പൊ അങ്ങനെ ആയിരിക്കുമല്ലോ എടുക്കുന്ന ഡ്രസ്സ് അവർക്ക് വേണ്ടി എല്ലാം. നമുക്ക് ഇനി അടുത്ത് ഷൂസിലോട്ട് ഷൂസ് കാണാം. ഈ ഒരു ഏരിയ ഫുള്ളും നല്ല ക്യൂട്ടായിട്ടുള്ള ഏരിയ, ചെരുപ്പുകൾ അല്ലെ, ഫുഡ് വിയേഴ്സ് ആണ്, ഷൂസ് ഒക്കെ. ഈ ഒരു ഐറ്റംസ് ഒക്കെ ഇല്ലേ മാസ്റ്റർ പീസ്, നല്ല കിടിലൻ ഐറ്റമാണ്. ചന്ദ്രയാൻ 2 ആണോ? ഇതൊക്കെ നല്ല രസമുണ്ടല്ലോ. പിന്നെ ന്യൂ ബാലൻസിന്റെ, അതെ അത് എന്താണ് ന്യൂ ബോൺ ആണ്. ന്യൂ ബോണിൽ ഒരു കാഷ്വൽ ആയിട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ന്യൂ ബാലൻസിന്റെ ഒക്കെ ജെൻസിനൊക്കെ കണ്ടാൽ പെട്ടെന്ന് അറിയാൻ പറ്റും ഇതിന്റെ വലുത് ചോദിച്ചൊക്കെ ഉണ്ട്. അതെ. പിന്നെ ഈ ഒരു നൈക്കിന്റെ ഒരു ഐറ്റം. പിന്നെ എന്താ രശ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു? മറ്റേ ലൈറ്റുള്ള സംഭവമാണ് അത്. എല്ലാത്തിലും ലൈറ്റ്സ് വരും. അതെ. ഓക്കെ. അപ്പോൾ നമ്മൾ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള നമുക്ക് ഹെയർ അക്സസറീസും ഉണ്ട്, നമുക്ക് ഷൂസും ഉണ്ട്. അപ്പോൾ കിഡ്സ് ഇവിടെ വന്നാൽ മതി അല്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ സെറ്റ്. നമുക്ക് ഇവിടെ നിന്ന് വേറൊരു ഷോപ്പിലോട്ട് പോകേണ്ട ആവശ്യമില്ല, നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് തന്നെ കവർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. പിന്നെ കാണിച്ച കളക്ഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. പിന്നെ കമന്റ് ഒക്കെ പറയണം നിങ്ങൾക്ക് ഏത് കളക്ഷനാണ്, ഏത് ഏജ് കാറ്റഗറിയിലുള്ള കളക്ഷനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്നൊക്കെ പറയണം കേട്ടോ. പിന്നെ ലൊക്കേഷൻ പറയുമോ? ലൊക്കേഷൻ നമ്മുടെ തോപ്പുംപടിയിലാണ്. ശരിക്കും ലൊക്കേഷൻ തോപ്പുംപടിയിൽ വന്നിട്ട് റൈറ്റിൽ 2 കിലോമീറ്റർ വന്ന പനയപ്പള്ളി അവിടെയാണ്. ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആഡ് ചെയ്തേക്കാം. പിന്നെ ഇതിന്റെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇൻസ്റ്റയിലൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് പിന്നെ ഇൻസ്റ്റയൊക്കെ ഉണ്ട്, അങ്ങനെ ത്രൂ ഫോളോ ചെയ്യാം. ഇനിയും വരും, ഇപ്പൊ 2-3 ദിവസത്തിനുള്ളിൽ പിന്നെയും പുതിയ കളക്ഷൻസ് വരുമ്പോൾ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യണമെങ്കിൽ എല്ലാ അപ്ഡേഷൻസും അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ദെൻ ബൈ.